English online class. Yesterday we discussed the topic Nightingale and the Rose by Oscar Wilde. This topic is over. Today we can go through the textual activities and textual questions. Today we can go through the textual questions and textual activities. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്നുള്ള പാഠഭാഗം തീർത്തു. ഇന്ന് നമുക്കതിൻ്റെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Let us start. Question number 1. Why does the young man think that his life is wretched? എന്തുകൊണ്ടാണ് ആ യുവാവ് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി തൻ്റെ ജീവിതം നശിച്ചു അല്ലെങ്കിൽ വൃത്തികെട്ടതായി എന്ന് പറയാൻ കാരണം? Okay. The young man think that his life is wretched because he could not find a red rose to give his beloved. അത് വൃത്തികെട്ടതായിരുന്നു കാരണം അയാൾക്ക് ഒരു ചുവന്ന റോസാപ്പൂ വേണമായിരുന്നു തൻ്റെ കാമുകി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഓക്കെ, സെക്കൻഡ് വൺ. ഹൗ ഡസ് ദ നൈറ്റിംഗേൽ ഡിസ്ക്രൈബ് ദ യങ് സ്റ്റുഡൻറ്റ്? എങ്ങനെയാണ് നൈറ്റിംഗേൽ ആ വിദ്യാർത്ഥിയെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നത്? കമോൺ. ഹിസ് ഹെയർ ഈസ് ആസ് ഡാർക്ക് ആസ് hyacinth and his lips are red as the rose, his desire, but his fashion has made his face like a pale ivory, and sorrow has set her seal upon his brow. Okay, these are the things describes about the student. Third one. Why does the nightingale think that the student is true lover? വിദ്യാർത്ഥി യഥാർത്ഥ കാമുകനാണെന്ന് നൈറ്റിംഗേൽ ചിന്തിക്കാൻ കാരണം എന്തുകൊണ്ടാണ് ചിന്തിച്ചത്? ആസ് ഹി ഫെയിൽഡ് ടു ഗെറ്റ് ദ ഹാപ്പിനെസ് ബിക്കോസ് ഓഫ് ദ റെഡ് റോസ്, ഹീ ഈസ് സ്ട്രൈക്കൺ ആൻഡ് ഹീ ഈസ് എ ഫേറ്റ്, ഹീ കുഡിൻറ്റ് ഗെറ്റ് ദാറ്റ് റോസ്, ബട്ട് ഹീ ഈസ് എ ട്രൂ ലവർ. Okay, that is the only reason why the nightingale think that the student is true lover. Okay, അപ്പോൾ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് സ്നേഹിതനാണെന്ന് കരുതാൻ കാരണം. Okay, fourth one. The lizard says that it is ridiculous to weep. Do you agree with this statement? Why? ലിസാർഡ് പറയുന്നുണ്ട് ഇത് വളരെയധികം മണ്ടത്തരം നിറഞ്ഞ ഒരു കാര്യമാണ് അല്ലേ? ഒരു പ്രസ്താവനയായിട്ട് യോജിക്കുന്നുവോ? എന്തുകൊണ്ട്? No, I disagree with that, because the young student, he want to give a red rose to the beloved one, but he didn't get that red rose. That is the only reason why he is weeping. But these things is do not understand or didn't realized by the lizard. Okay, yes. അപ്പോൾ അത് അറിയില്ലായിരുന്നു ലിസാർഡിന്, നൈറ്റിംഗേൽ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇവിടെ ഒരു സത്യാവസ്ഥ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കരയുന്നതിന് കാരണം. അപ്പോൾ കാരണം അറിയില്ലായിരുന്നു ലിസാർഡിന്, അതുകൊണ്ടാണ് ഇത് മണ്ടത്തരമാണ് വിഡ്ഢിത്തരമാണെന്ന് പറയാൻ കാരണം, ലിസാർഡ് അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ ഫ്ലൈറ്റ് ഓഫ് ദ നൈറ്റിംഗേൽ? എങ്ങനെയാണ് നൈറ്റിംഗേലിൻ്റെ പറക്കലിനെ ഇവിടെ എഴുത്തുകാരൻ വിവരിക്കുന്നത്? ഓക്കെ, ദ നൈറ്റിംഗേൽ സ്പ്രെഡ് ഇറ്റ്സ് വിങ്സ് soared high into the air. It passed through the grove like a shadow and sailed across the garden. Okay, ഇപ്പോൾ നല്ല രൂപത്തിൽ ഇങ്ങനെ പാറി പറക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അത് തെളിയിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ. Sixth one. Was the third rose tree able to give a red rose to the nightingale? Why? മൂന്നാമത്തെ റോസാ ചെടിക്ക് നൈറ്റിംഗേലിന് റോസാപ്പൂ കൊടുക്കാൻ കഴിഞ്ഞോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? കഴിഞ്ഞോ? ഇല്ല. No, because the winter had chilled its veins and the frost had nipped its buds and the storm had broken its branches, so it had no red rose that year. അപ്പോൾ അതിനും കഴിഞ്ഞില്ല, അതിൻ്റെ ചില്ലകളും കൊമ്പുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, തണുപ്പ് കാരണം, മഞ്ഞുകാലം കാരണം. അപ്പം അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ വർഷം പൂവില്ലായിരുന്നു, അതുകൊണ്ട് റോസാപ്പൂവിന് തേർഡ് റോസാ ചെടിക്ക് റോസാപ്പൂ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഹൗ അക്കോർഡിംഗ് ടു ദ തേർഡ് റോസ് ട്രീ കുഡ് ദ നൈറ്റിംഗേൽ ഗെറ്റ് എ റെഡ് റോസ്? എങ്ങനെയാണ് കിട്ടുക അല്ലേ? ആ കാര്യം പറയുന്നുണ്ട് തേർഡ് റോസ് ട്രീ. അത് എങ്ങനെയാണ്? ഓക്കെ, ദ നൈറ്റിംഗേൽ ഷുഡ് press its breast against the thorns
and the whole night she want to sing and she want to give the lifeblood to the red rose tree, such a way she get the lifeblood from her, such a way she can make the rose. ആ രീതിയിൽ രക്തം കൊടുക്കുകയാണെങ്കിൽ ജീവൻ കിട്ടും, അങ്ങനെ നൽകുകയാണെങ്കിൽ തനിക്ക് റോസാപ്പൂവ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. 8th one, why did the nightingale think of sacrificing her life? തൻ്റെ ജീവൻ ത്യജിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നൈറ്റിംഗേൽ ചിന്തിച്ചത്? The nightingale thought that love is better than life. It also compared to the heart of blood. തീർച്ചയായിട്ടും ഹൃദയരക്തം പോലെയാണത്. അപ്പം അതുകൊണ്ട് ആ ഹൃദയരക്തം എല്ലാവർക്കും ജീവൻ വിലപ്പെട്ടതാണ്. അപ്പോൾ സ്നേഹത്തെക്കാളും വലുതല്ല ജീവൻ എന്ന രൂപത്തിലാണ് തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് ആ ആൺകുട്ടിക്ക് റോസാപ്പൂ നൽകാൻ നമ്മുടെ നൈറ്റിംഗേൽ തയ്യാറായത്. ഓക്കെ, 9th one, the nightingale thinks that the heart of a man is more valuable than that of a bird. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെക്കാളും മനസ്സിനേക്കാളും നല്ല മനസ്സാണ്, ഹൃദയമാണ് ആ പക്ഷിക്കുണ്ടായത്. ഇത്രയും മൂലവത്തായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. ഡു യു അഗ്രി വിത്ത് ദ നൈറ്റിംഗേൽ? എക്സ്പ്ലെയിൻ. ഇപ്പം നിങ്ങൾ നൈറ്റിംഗേലുമായിട്ട് യോജിക്കുന്നുവോ? എന്തുകൊണ്ട്? നോ, ഐ നെവർ തിങ്ക് സോ. ഹിയർ the story shows the heart of the birds is valuable than the heart of man. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഹൃദയത്തെക്കാളും കൂടുതൽ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ തയ്യാറായി വന്നത് പക്ഷി മാത്രമാണ്, അല്ലേ? മറ്റാരും തയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവൻ പൊലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് വരുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഓക്കെ, യെസ്, ദാറ്റ്സ് ദ 9th one. 10th one, what would happen if the nightingale did not press its breast closer against the thorn? തൻ്റെ ഹൃദയം, തൻ്റെ മാറിടം മുള്ളിലേക്ക് ഒന്നുകൂടെ അമർത്തി വെച്ചില്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, the blood of the nightingale wouldn't flow into the veins of thorn so tree and it might not give a red rose. This would disappoint the student. തീർച്ചയായിട്ടും അങ്ങനെ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ റോസാപ്പൂ കിട്ടുകയില്ല, മാത്രമല്ല ആ കുട്ടിയെ നിരാശനാക്കുകയും ചെയ്യുകയായിരിക്കും അതുവഴി ചെയ്യുക. അതുകൊണ്ടാണ് യെസ് നൈറ്റിംഗേൽ തൻ്റെ ഹൃദയം രക്തം നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ആ മുള്ളിൽ അമർത്തി വയ്ക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ദ പെയിൻ അഫക്റ്റ് ദ നൈറ്റിംഗേൽ സോങ്? എങ്ങനെയാണ് ആ വേദന നൈറ്റിംഗേലിൻ്റെ പാട്ടിനെ ബാധിച്ചത്? ദ ബിറ്റർ ദ പെയിൻ ദ വൈൽഡർ സോങ് ബിക്കെയിം. കാരണം ആ ഒരു വേദന കൊണ്ട് പാട്ട് പിന്നെ ഗതി മാറി, ഇടറിയ ശബ്ദമായി മാറി. ഓക്കെ, 12, വാട്ട് ഈസ് ദ റെഡ് റോസ് കമ്പയർഡ് ടു? റെഡ് റോസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഓക്കെ, ദ റെഡ് റോസ് ഓഫ് ദ ഈസ്റ്റേൺ സ്കൈ. ഓക്കെ, ഈസ്റ്റേൺ സ്കൈ കിഴക്കൻ ചക്രവാളത്തോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. 13, ഡിസ്ക്രൈബ് ദ ലാസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് ദ നൈറ്റിംഗേൽ. നൈറ്റിംഗേൽ ഉണ്ടായ അവസാന നിമിഷങ്ങളെക്കുറിച്ച് വിവരിക്കുക. ഹെർ വോയിസ് ഗ്രീവ് ഫെയിൻഡർ, ഹെർ വിങ്സ് began to beat and a grew fainter and she felt something choke her throat. She make a last burst of music and died. അങ്ങനെ അവസാനം ശബ്ദം രക്തം ഒഴുക്കി അവസാനം കരച്ചിലോട് കൂടിയിട്ട് ഇടറിയ ശബ്ദത്തോടു കൂടി അവരുടെ മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വൈ ഡിഡിൻ ദ പ്രൊഫസേഴ്സ് ഡോട്ടർ ആക്സെപ്റ്റ് ദ റെഡ് റോസ്? എന്തുകൊണ്ടാണ് പ്രൊഫസറുടെ മകൾ അത് വാങ്ങാതിരുന്നത്? റെഡ് റോസ് വാങ്ങാതിരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ്? ഷീ അറ്റാച്ച്ഡ് മോർ വാല്യൂ ടു വെൽത്ത് ആൻഡ് പൊസിഷൻ ദാൻ ടു ലവ്. സ്നേഹത്തെക്കാളും കൂടുതൽ അവൾ സ്ഥാനം നൽകിയത് ധനത്തിനും സ്ഥാനമാനങ്ങൾക്കും ഒക്കെയായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഈ ഒരു ഡോക്ടറെ ഈ റെഡ് റോസ് സ്വീകരിക്കാതിരുന്നത്. ഓക്കെ, activities, let's review it. Activity 1, read the story and answer the following questions. Put a tick mark in the appropriate box. ഇപ്പോൾ താഴെ ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങളുടെ താഴെ 4 ഓപ്ഷൻസ് കാണാം. ഉചിതമായ ഓപ്ഷന് നേരെ ബോക്സിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ റോസ് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് സെർച്ചസ് ഫോർ? ഏത് നിറത്തിലുള്ള റോസാപ്പൂവാണ് ഇവിടെ ഈ കുട്ടി തിരയുന്നത്? ഓപ്ഷൻസ് റെഡ്, യെല്ലോ, വൈറ്റ്, പിങ്ക്. ആൻസർ ഈസ് റെഡ്. സെക്കൻഡ് വൺ, വാട്ട് ഡസ് ദ നൈറ്റിംഗേൽ അഡ്മയർഡ് അബൌട്ട് ദ സ്റ്റുഡൻറ്റ്? എന്ത് കണ്ടിട്ടാണ് ഈ ഒരു നൈറ്റിംഗേൽ ആ വിദ്യാർത്ഥിയിൽ ആരാധന പൂണ്ടത്? ഹീ ഈസ് എ ഗുഡ് സിംഗർ, ഹീ വാല്യൂസ് ലവ്,
above everything else, he likes birds. He wears really nice clothes. Answer is he values love above everything else. മറ്റുള്ള ഏതിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സ്നേഹത്തിനായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ്. Where does the student plan to present the rose to the girl? ഈ പെൺകുട്ടിക്ക് എവിടെ വെച്ചിട്ടാണ് സ്റ്റുഡൻറ്റ് സമ്മാനം കൊടുക്കാമെന്നായിട്ട്? At her house, at the school, at the princess ball, at the football game. Answer is at the princess ball. Why couldn't the student find a red rose by himself? എന്തുകൊണ്ടാണ് അവനെ സ്വയം കണ്ടെത്താൻ കഴിയാതിരുന്നത്? Okay, all the rose tree were dead. He was lazy. The tree refused to give any roses. The red rose tree was withered in the winter. Answer is the red rose tree was withered in the winter. Next one, which of the following was not done by the nightingale to get the rose? താഴെ കൊടുത്തിരിക്കുന്നതിൽ നൈറ്റിംഗൽ ചെയ്യാത്ത കാര്യം, റോസാപ്പൂ കിട്ടാൻ വേണ്ടി ചെയ്യാതിരുന്ന കാര്യം ഇതിലെന്താണ്? She sang beautiful song all night. പാടിയിട്ടുണ്ട്. She yelled at the trees until they gave her a rose. അല്ലേ, ഉച്ചത്തിൽ കരഞ്ഞു പൂ കിട്ടുന്നത് വരെ. She gave her blood to the tree. അവളുടെ രക്തം ആ മരത്തിന് കൊടുത്തു. She searched all the rose trees in the garden. Okay, answer is she yelled at the trees until they gave her rose. എന്ന് വെച്ചാൽ അവരെല്ലാ ആളുകളോടും കരഞ്ഞു പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അതാണ് ഉത്തരം. ഓപ്ഷൻ ബി. സിക്സ്ത് വൺ, വൈ ഡിഡ് പ്രൊഫസേഴ്സ് ഡോട്ടർ റിജക്ട് ദ ഫ്ലവർ? എന്തുകൊണ്ടാണ് പ്രൊഫസറുടെ മകൾ ആ പൂവ് നിരസിച്ചത്, തിരസ്കരിച്ചത്? It was not beautiful. She liked yellow rose. She was sad about the death of the nightingale. Jewels were more important for her than love. അതാണ് ഉത്തരം. ലാസ്റ്റ് വൺ, money and jewels were more important for her than love. Okay, next one, activity 2. You have read the story The Nightingale and the Rose, haven't you? Now read the story once again and complete the story house. അപ്പോൾ കഥ വായിച്ച് ഒന്നുകൂടെ കഥ വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റോറി ഹൗസ് പൂർത്തീകരിക്കുക. ഫസ്റ്റ് വൺ, സെറ്റിങ്സ്. എക്സാമ്പിൾ, ഗാർഡൻ. ദെൻ ഗാലറി, സ്റ്റുഡൻസ് ഹൗസ് ആൻഡ് വിൻഡോ ആൻഡ് ഓൾ. നെക്സ്റ്റ് വൺ, ക്യാരക്ടേഴ്സ്. നൈറ്റിംഗേൽ, ഗ്രീൻ ലിസാർഡ്, സ്റ്റുഡൻറ്റ്, പ്രൊഫസേഴ്സ് ഡോട്ടർ, കെ, സോ ഓൺ. നെക്സ്റ്റ് വൺ, ക്ലൈമാക്സ്. ക്ലൈമാക്സ് അവസാനം എന്തായിരുന്നു? ദ നൈറ്റിംഗേൽ പ്രസ്ഡ് ഹെർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് ദ തോൺ ആൻഡ് സ്റ്റാർട്ടഡ് സിംഗിങ് ബ്യൂട്ടിഫുൾ റോസീസ് അപ്പിയർഡ് ആൻഡ് ഫൈനലി ഷീ ഡൈഡ്. ഇതാണ് ക്ലൈമാക്സ്. ഈവൻറ്റ്സ്, പ്രധാന സംഭവങ്ങൾ. ഉദാഹരണത്തിന് ഒന്ന് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ സി. വാട്ട് ഇസ് ദ എക്സാമ്പിൾ? യങ് സ്റ്റുഡൻറ്റ് ലവ്സ് എ ഗേൾ. വിദ്യാർത്ഥി ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ദ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ഈവൻ. ഷീ ആസ്ക്ഡ് ദ സ്റ്റുഡൻറ്റ് ടു ബ്രിങ് ഹെർ എ റെഡ് റോസ്. ഓക്കെ, ദെൻ ആസ് ഷീ കുഡ് ഗെറ്റ് ദ റോസ് ഹീ ബിക്കംസ് ഡിജക്റ്റഡ്. ഹെൻസ് the nightingale sacrifices its life for the student, his rose and his love. അവസാനം നൈറ്റിംഗേൽ മരിക്കുകയും ആ വിദ്യാർത്ഥിയുടെ ലവർ കാമുകയെ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി 2. ദെൻ ലെറ്റ്സ് എൻറിച്ച് അവർ വെക്കാബുലറി. ആക്ടിവിറ്റി 1. ലുക്ക് അറ്റ് ദ സെൻറ്റൻസ് quoted below. The musicians will sit in their gallery, said the young student, and play upon their stringed instruments, and my love will dance to the sound of the harp and the violin. The musicians gallery നിന്നുകൊണ്ട് അവരുടെ സംഗീതം അല്ലെങ്കിൽ സംഗീതോപകരണങ്ങൾ കൊണ്ട് വായിക്കുന്നുണ്ട് എന്നുള്ള ഈ കാര്യം ഈ കുട്ടി പറയുന്നുണ്ട്. ഓക്കെ, സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ചാൽ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ് വയലിനൊക്കെ വെച്ചുകൊണ്ട് അവർ ഹാർപ്പ്, വയലിൻ, സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ വായിക്കുന്നുണ്ട്. മാത്രമല്ല ആളുകൾ, കവിതാക്കൾ സ്നേഹിക്കുന്ന ആളുകൾ നൃത്തം വയ്ക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഹാർപ്പ് ആൻഡ് വയലിൻ ആർ സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഹാർപ്പും വയലിനും സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക എന്തെങ്കിലും സ്ട്രിങ്, അല്ലേ, ചെറിയ വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് വായിക്കാവുന്ന സംഗീതോപകരണമാണ് ഹാർപ്പും അതുപോലെ തന്നെ വയലിനും. ഹിയർ ഇസ് എ ലിസ്റ്റ് ഓഫ് സം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇവിടെ ചില സംഗീത ഉപകരണങ്ങളുടെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ദം ആസ് സ്ട്രിങ്ഡ്, വിൻഡ്, പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ സ്ട്രിങ്ഡ് എന്നാൽ മീട്ടുക, അല്ലേ, ഇങ്ങനെ മീട്ടുന്ന രീതിയിൽ ചെറിയ ഈ സ്ട്രിങ് പോലുള്ള സാധനം കൊണ്ട് മീട്ടുന്ന വായിക്കുന്ന ഉപകരണങ്ങളുണ്ട്. വിൻഡ്, വായു കൊണ്ട് ഊതിയിട്ട് നമ്മൾ വായിക്കുന്നതുണ്ട്. അതുപോലെ തന്നെ അടിച്ചുകൊണ്ട്, ചെണ്ട പോലുള്ള വാദ്യോപകരണങ്ങൾ അടിച്ചുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അവ ഡിവൈഡ് ചെയ്യുക. എങ്ങനെ? 3 കോളംസ്. സേ, സ്ട്രിങ്ഡ്, വിൻഡ്, പെർക്യൂഷൻ. മീട്ടുന്നതുണ്ട്, വായു
ഊതികൊണ്ട് ചെയ്യുന്നതുണ്ട്, ദെൻ പെർക്യൂഷൻ അടിച്ചുകൊണ്ട് താളമിടുന്നതുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് ആർ അക്കോർഡിയൻ, ബാക്ക് പൈപ്പ്, ബാരൽ, ബാസ് ഡ്രം, ചെണ്ട, ക്ലാരിനെറ്റ്, ധോലക്, ഫ്ലൂട്ട്, ഗിറ്റാർ, ഹാർമോണിയം, മദ്ദളം, മോഹനവീണ, മൃദംഗം, ഷാങ്വാങ്, സാരംഗി, സാക്സോഫോൺ, സിത്താർ, തബ്ല, വീണ, സുർണ. ഇത്രയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കൊടുത്തുള്ളത്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്ട്രിങ്ഡ്, വിൻഡ്, പെർക്യൂഷൻ എന്ന രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രിങ്ഡ് നോക്കാം. സ്ട്രിങ്ഡ്, ഗിറ്റാർ, കമോൺ, സാരംഗി, മോഹനവീണ, സിത്താർ, വീണ, ഇതൊക്കെ സ്ട്രിങ്ഡ് ആണ്. ദ നെക്സ്റ്റ് വൺ വിൻഡ്, അക്കോർഡിയൻ, ഫ്ലൂട്ട്, ബാരൽ, ബാക്ക് പൈപ്പ്, ക്ലാരിനെറ്റ്, ഹാർമോണിയം, സാക്സോഫോൺ, ഷാങ്വാങ്, സുർണ, അതൊക്കെ ഊതിയിട്ട് കാറ്റിൻ്റെ സഹായത്താൽ മീട്ടുന്ന ശബ്ദിക്കുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ദെൻ പെർക്യൂഷൻ അടിച്ചുകൊണ്ട് ബാസ് ഡ്രം, ചെണ്ട, ധോലക്, മദ്ദളം, മൃദംഗം, തബ്ല, ഇതൊക്കെ ചെറിയ രൂപത്തിലുള്ള താളം അല്ലെങ്കിൽ അടിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് കൊട്ടിയിട്ട് വായിക്കുന്ന ഉപകരണങ്ങളാണ്. നെക്സ്റ്റ് വൺ 2. Read the following sentences from the story. On the topmost spray of the rose tree there blossomed a marvelous rose. ഇപ്പോൾ കഥയിൽ നിന്നുള്ള ചെറിയ ഭാഗമാണ്, സെൻറ്റൻസാണ്. ഇപ്പോൾ ഏറ്റവും മുകളിൽ വിരിഞ്ഞിരിക്കുന്ന വിസ്മയകരമായിട്ടുള്ള റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ? എന്തൊരു അത്ഭുതം, എന്തൊരു അതിശയകരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആ റോസാപ്പൂവിനെ കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. ദ വേർഡ്സ് അണ്ടർലൈൻഡ് ആർ സിനോണിംസ്. അണ്ടർലൈൻഡ് വേർഡ്സ് എന്ന് പറയുമ്പോൾ വണ്ടർഫുൾ, മാർവലസ്. ഈ അടിവരട്ട രണ്ട് വാക്കുകളും എന്താണ്? സിനോണിംസ് ആണ്. സിനോണിം എന്ന് പറഞ്ഞാൽ പര്യായം, സമാനാർത്ഥങ്ങളുള്ള. ഓക്കെ, സമാനാർത്ഥം എന്ന് വെച്ചാൽ മാർവലസ് എന്ന് വെച്ചാലും വണ്ടർഫുൾ എന്ന് വെച്ചാൽ രണ്ടർത്ഥം തന്നെയാണ്. രണ്ടും സെയിം മീനിങ് ആണ്. ആശ്ചര്യപ്പെടുക, വിസ്മയിക്കുക, അത്ഭുതപ്പെടുക എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് വേറൊരു വാക്കാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ അച്ഛൻ, പിതാവ് എന്നൊക്കെ പറയുന്നത് പോലെ തരത്തിൽ അർത്ഥം വരുന്നതിനാണ് എന്താ പറയുക, ഒരേ മീനിങ് വരുന്നതിനാണ് സിനോണിം, പര്യായം എന്ന് പറയുക. സിനോണിംസ് ആർ വേർഡ്സ്. ഇപ്പോൾ സിനോണിംസ് എന്താണ്? വാക്കുകളാണ്. ഓർ എക്സ്പ്രഷൻസ്, പ്രയോഗങ്ങളാവാം. വാക്കുകളോ പ്രയോഗങ്ങളോ ആവാം സിനോണിംസ്. വിച്ച് ഹാവ് ദ സെയിം ഓർ നിയർലി ദ സെയിം മീനിങ് ആസ് അനദർ ഇൻ ദ സെയിം ലാംഗ്വേജ്. ഒരേ ഭാഷയിൽ തന്നെ ഒരേ രീതിയിൽ അർത്ഥം വരുന്ന വ്യത്യസ്ത വാക്കുകളാണ് നമ്മൾ പര്യായം എന്ന് പറയാം. ഉദാഹരണത്തിന് ബിഗ് ആൻഡ് ലാർജ് ആർ സിനോണിംസ്. ബിഗും ലാർജും സിനോണിംസ് ആണ്, പര്യായങ്ങളാണ്. കാരണം ബിഗ് എന്ന് വെച്ചാലും ലാർജ് എന്ന് വെച്ചാലും ഒരേ അർത്ഥമാണ്. ഫൈൻഡ് ദ വേർഡ്സ് ആൻഡ് പെയർ ദം ആസ് സിനോണിംസ് ഫ്രം ദ ലിസ്റ്റ് ബിലോ. അപ്പോൾ ഇവിടെ സിനോണിംസിന് ഉദാഹരണങ്ങൾ പെയർ ചെയ്ത് ഈ തന്നിരിക്കുന്ന ബോക്സിൽ ചേർത്തതാണ് വേണ്ടത്. ഓക്കെ, ഡൗൺ, റൂട്ട്, ടെൻസ്, വെൽത്തി, സ്ലൈറ്റ്, ഡേ ബ്രേക്ക്, പ്രുഡൻറ്റ്, വിസ്പർ, ഹെൽത്തി, റിച്ച്, നെർവസ്, ഇംപൊലൈറ്റ്, മർമർ, ഫിറ്റ്, വൈസ്, ഫെയിൻറ്റ്, ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോ ജോഡികളായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ ഡൗൺ. ഡൗൺ പ്രഭാതം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാക്കാണ് ഏതാണ്? ഡേ ബ്രേക്ക്. ഓക്കെ, ഡേ ബ്രേക്ക്, അപ്പോൾ അത് പ്രഭാതത്തിന് ഉദാഹരണമാണ്. ദെൻ നെക്സ്റ്റ് വൺ ടെൻസ്, നെർവസ്, റൂഡ്, ഇംപൊലൈറ്റ്, വെൽത്തി, റിച്ച്, ഹെൽത്തി, ഫിറ്റ്, വിസ്പർ, മർമർ, prudent, wise, okay, slight, faint, ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. ഓക്കെ, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ 3. The student, the nightingale and the professor's daughter are the characters in the story. സ്റ്റുഡൻറ്റ്, നൈറ്റിംഗേൽ, പ്രൊഫസറുടെ മകൾ, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. വാട്ട് ഓൾ ട്രേറ്റ്സ് ഡസ് ഈച്ച് ക്യാരക്ടർ ഹാവ് ഇൻ ദ സ്റ്റോറി. ഈ കഥയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടെയായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ഫിൽ ഇൻ ദ ഫോളോയിങ് ചാർട്ട് വിത്ത് വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ ദാറ്റ് ആർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ദ ട്രേറ്റ്സ് ഓഫ് ഈച്ച് ക്യാരക്ടർ. ബോക്സിൽ ചില പ്രത്യേകതകൾ, ഓരോ കഥാപാത്രങ്ങളുടെയും പ്രത്യേകതകൾ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ നിന്ന് ഉചിതമായ ഓരോ സവിശേഷതകൾ ഓരോ കഥാപാത്രത്തിനും താഴെ ചേർത്ത് എഴുതുക. സ്റ്റുഡൻറ്റ്, പ്രൊഫസേഴ്സ് ഡോട്ടർ, നൈറ്റിംഗേൽ, അങ്ങനെ 3 കഥാപാത്രങ്ങൾ കാണാം. അപ്പോൾ അവയ്ക്ക് ഏതാണ് യോജിച്ചത് അവ ചേർത്ത് താഴെ ബോക്സിൽ നിന്നും എടുത്തെഴുതുകയാണ് വേണ്ടത്. ഓക്കെ, നോക്കാം. സ്റ്റുഡൻറ്റ്, ഇന്നസെൻസ്, ലവ്, ട്രൂത്ത്, then serious, then realistic, romantic, then professor's daughter, money, greed, pride, ഇൻസിൻസിയർ. ഇതൊക്കെ പ്രൊഫസറുടെ ഡോട്ടറുടെ ആ ഒരു പ്രത്യേകതയാണ്. നൈറ്റിംഗേലിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്നസെൻസ്,
nature, heroism, comparison, sacrifice, bravery, purity, sincere, selfless, realistic, ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ അവരുടെ പ്രത്യേകതകളാണ്. ഇപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് എഴുതുക. Okay, I think all of you got the idea about this activities and textual questions. The coming day we can discuss its remaining part of the textual activities. Stay home. Have a nice day. Thank you.